കല്യാണത്തിന് പോണ്ടേ? കല്യാണത്തിന്? ഏത് കല്യാണത്തിന്? എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ഞാൻ നാളെ വന്ന് കല്യാണം പറഞ്ഞ പെൺകുട്ടിയല്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? ജ്യോതി. എന്നാ നമ്മളെങ്ങനെ പോവാ? ഞാൻ റെഡിയാ വന്ന വേഗം. പിന്നെ നമുക്ക് ബസ്സിനാ ഓട്ടോക്കെ എങ്ങനെ പോണ്ട്? ഇത് മിണ്ടാത്ത എങ്ങനെ പോണ്ടേ? നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളാം. എന്താ ഞാൻ വന്നാല്? വേണ്ട, എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞല്ലേ? നമ്മളോട് ഒന്നിച്ച് ചെല്ലാൻ പറഞ്ഞല്ലേ? ഒരു കല്യാണം വിളിച്ച് പറയുമ്പോ അല്ലെങ്കിൽ വന്ന് പറയുമ്പോ അവർ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വരണ്ട. അതെന്താ? ഞാൻ വന്നാ എന്താ കുഴപ്പം? എനിക്ക് ഇഷ്ടല്ല. അതെന്താണ്? ഈ പഴഞ്ചൻ കോലത്തിൽ ഇനി അങ്ങോട്ട് ചെല്ലും കൂടെ വേണ്ടുള്ളൂ. അതിപ്പോ ഞാൻ സൗന്ദര്യമില്ല, ഞാൻ നാടനാണല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണമെന്നില്ല, അങ്ങനെ തന്നെയല്ലേ. ഒന്നൊന്നല്ലല്ലോ, 20 കൊല്ലായില്ലേ? 20 കൊല്ലം കഴിഞ്ഞില്ലേ? അപ്പോഴൊന്നും നമുക്ക് ഞാൻ നാടനാന്ന് തോന്നിയിരുന്നില്ലേ? നിങ്ങൾ കൂടുതൽ ഇതിങ്ങനെ ഉണ്ടാക്കണ്ട. നിങ്ങൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു. അതിനെ അർത്ഥം ഇനിയിപ്പോ ഞാൻ ഏതായാലും ഭർത്താവായി പോയല്ലോ, എന്നെ ഇനിയിപ്പോ മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ നാടൻ കോലം ഒക്കെ തന്നെയാണ്. കാണാൻ അത്ര വലിയതൊന്നുമില്ല, താടിയൊക്കെ ചെറുതായി നരച്ചിട്ടുണ്ട്. അതൊന്നും നരപ്പിച്ചൂടെ? നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ നിൽക്കണം. നരപ്പിക്കേ അല്ല, കളറപ്പിച്ചൂടെ? എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ മതി. നീ കുറെ പെയിന്റ് അടിച്ച് ഞാൻ കറുപ്പിച്ചിട്ട് ആരെ കാണിക്കാനാ? ആരെയും കാണിക്കണ്ട. മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തില് ഇറങ്ങാതിരുന്നൂടെ? ഈ ഷർട്ടിനും മുണ്ടിനും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോ ഈ നാട്ടിൽ നടക്കുമ്പോ ആ ബർമോടയും ടീഷർട്ടും ഒക്കെ ഇട്ട് നടന്ന ആൾക്കാർ കളിയാക്കും. ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ട് വരാന്ന് വന്നിട്ടുണ്ട്, അവന്റെ കൂടെ പോവാന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് വച്ചാണ്. ഏതാ അവൻ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്റെ കൂടെ പഠിച്ചിട്ടുള്ള അവനെന്തായാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൂടെ പോവാന്ന് വിചാരിച്ചു ഞാൻ. കാണാൻ സൗന്ദര്യമുള്ള ആൾക്കാരാവുമ്പോ കൂടെ ചെന്നിറങ്ങുമ്പോഴും ഒക്കെ ഒരു പൊലിമ ഉണ്ടാവും. ശരിയായിക്കോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാന്. അതാണല്ലോ പങ്ക്. ഞാൻ കൂടെ വരുമ്പോഴല്ലേ ഇപ്പൊ അവർക്ക് സൗന്ദര്യക്കുറവും നാടൻ ലുക്കും ഒക്കെ ഉള്ളത്. കൂടെ പഠിച്ചവരാകുമ്പോ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ വരുമ്പോ എന്നല്ല, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ സൗന്ദര്യമുള്ളൂ. നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എന്നിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? കല്യാണം കഴിഞ്ഞങ്ങോട്ട് വരും, അല്ലാണ്ട് ഇപ്പൊ അതങ്ങനെ പോകുന്നില്ല. ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ലല്ലോ ഇവിടെ നിന്ന്. എന്തെങ്കിലും ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചോളൂ. ഞാൻ പുറത്ത് പോയി കഴിച്ചോണ്ട് ചങ്ങായി. ഞാൻ പോയിട്ട് വരാം. സുന്ദരിയാണല്ലോ. ലോക്കറൊക്കെ സ്പെഷ്യൽ എന്തുണ്ടോ? സ്പെഷ്യലൊക്കെ ഉണ്ട്. ഓക്കേ, പോരാമേ. ബ്ലാക്ക് കോഫി. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട് വരാം. കൂൾ കൂൾ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ദേഷ്യപ്പെടുന്നല്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഈ റൂമിലേക്ക് വന്നെന്തിനാ? ഒന്നുമില്ല, നിന്നൊന്ന്
കാണാതെ ചോദിച്ചേ. നീ തൽക്കാലം അവിടെ ഹാളിലിരിക്കും, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ മുഖം ഇങ്ങനെ ചൂടാകുമ്പോ ആ ഭംഗി ഇങ്ങോട്ട് കറക്റ്റാവുന്നത്. നീ ഇതെന്തൊക്കെയാ പറഞ്ഞത്? നീ ചെല്ലേ, നീത്ത് കയറി പിടിക്കുന്നോടാ. എടി നിന്റെ ആ മന്ദപ്പൻ ഭർത്താവിനെക്കാട്ടിലും നല്ലതല്ലേ കൊണ്ട് വാങ്ങി തന്നാൽ എന്താ? പറ. നിന്നെക്കോടും മകളെ എത്ര പെർഫെക്റ്റാ. നിനക്കില്ലാത്തൊരു സാധനം അയാളെത്തുണ്ട്. എടി നീ ഒന്ന് മനസ്സ് വിചാരിച്ച നിനക്ക് പൊന്നും പണവും എല്ലാം ചെയ്യാൻ തരാം. ഇറങ്ങിപ്പോടാ നായന്റെ മുറിന്ന്. നീ എന്നെ അടിച്ചല്ലേ? ആ അടിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വേഗം വന്നാ? ഭക്ഷണം കഴിച്ച ക്ഷീണ? എന്താണ്? എന്താ കാര്യം? എന്താ കാര്യം? എന്താ എന്താണ് ഉണ്ടായത്? കൂട്ടുകാരനില്ല. ആ, അവൻ എന്നോട് മോശമായിട്ട് പെരുമാറി. മോശമായിട്ട് പെരുമാറി? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. മനുഷ്യന്മാർക്ക് മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല. നല്ല ഡ്രസ്സിങ് ആയിരിക്കും, നല്ല ലുക്കായിരിക്കും, നല്ല ബ്രാൻഡ് സിഗരറ്റിൻ്റെ മണം, നല്ല വില കൂടിയ സ്പ്രേയുടെ സുഗന്ധം. ആ സുഗന്ധമൊന്നും എല്ലാവരെയും മനസ്സിനുണ്ടായിക്കൊള്ളുന്നില്ല. തന്നെ കുറ്റപ്പെടുത്തണില്ല. എന്തായാലും ഞാൻ അവൻ്റെ അടുത്തൊന്ന് പോയിട്ടൊന്ന് കാണും. സോറി. തെറ്റ് തിരിച്ചറിയാനേ ചില പാഠങ്ങൾ നല്ലതാണ്. പോട്ടെ, സാറില്ല. നീ